ശരിക്കും എല്ലാവർക്കും വെബ്സൈറ്റിന്റെ ആവശ്യമുണ്ടോ? എന്നാൽ ടു ബി ഹോണസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇതിന്റെ ആവശ്യമില്ല. പിന്നെ ആർക്കാണ് ഇതിന്റെ ആവശ്യം? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ബിൽഡ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു ബിസിനസ് ഗ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എന്നാൽ ഇതിന്റെ ഒരു ഇമ്പാക്ട്, ഒരു വെബ്സൈറ്റിന് നിങ്ങൾക്ക് തരാവുന്ന ഇമ്പാക്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എവിടെന്നെങ്കിലും ഒരു ബ്രാൻഡിനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമുക്ക് അതിനോടൊരു ക്യൂരിയോസിറ്റി തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് തന്നെ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. ഗൂഗിൾ സെർച്ച് ചെയ്ത് ആ സെർച്ച് ലിസ്റ്റിൽ ഇത് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, നമ്മൾ അവിടെ വെച്ച് തന്നെ അത് ലീവ് ചെയ്യും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് എൻ്റർ ചെയ്ത് നോക്കുന്നതോടുകൂടി ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ള എൻ്റയർ ഡീറ്റെയിൽസ് നമുക്ക് അതിലൂടെ കിട്ടും. അതായത് എന്തൊക്കെ സർവീസസ് ആണ് ഇത് കൊടുക്കുന്നത്, എന്തൊക്കെ പ്രോഡക്ട്സ് ആണുള്ളത്, ആരൊക്കെയാണ് കസ്റ്റമേഴ്സ്, ഈ കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് എന്തൊക്കെയാണ്, അങ്ങനെ തുടങ്ങിയിട്ട് A to Z കാര്യങ്ങൾ. ഒരു 24/7 വർക്ക് ചെയ്യുന്ന ഒരു സെയിൽസ്മാനെ പോലെയാണ് ശരിക്ക് ഒരു ആക്റ്റീവ് വെബ്സൈറ്റ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. ഇനി ഈ വെബ്സൈറ്റിൽ കയറി നോക്കുന്നത് ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ള ഒരാളാണെങ്കിലോ അവിടെ ഒരു ബിസിനസ് ക്ലോസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ ആർക്കാണ് വെബ്സൈറ്റ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇനി നിങ്ങൾക്ക് വെബ്സൈറ്റ് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഇനി വെബ്സൈറ്റ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, ഓരോ ബിസിനസ്സിനും വെബ്സൈറ്റ് എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്തോ. ഓക്കെ, ബൈ.